ഹലോ, ഇതാണ് ട്ടോ നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ഏരിയ. ആകെ നമുക്ക് ഇത്രയും സ്പേസേ ഉള്ളൂ. അതിലിരിക്കാനുള്ള സ്പേസൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വയ്ക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെടികൾ ഞാനവിടെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇൻഡോർ വെച്ചാലും ഇതുപോലെ ഷെയ്ഡിൽ വെച്ചാലും പ്ലാന്റ്സ് എല്ലാം ഇതുപോലെ പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ അതെല്ലാം നല്ല ഡീപ്പായിട്ട് മുകളിലെ ഇലയൊക്കെ നനയാൻ പാകത്തിന് നന്നായിട്ട് നനച്ചും കൊടുക്കണം കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ ഇതെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ട് അതിൻ്റെ എല്ലാം ചോടൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചാണകപ്പൊടിയും കമ്പോസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എല്ലാ പ്ലാന്റ്സിനും ഞാനിതുപോലെ ചോട് ഇളക്കിയിട്ട് അതിന് കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴും ഇതുപോലെ ചോടൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണത് നല്ലതാണ് കേട്ടോ. ചെടികളൊക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ വളവും നന്നായിട്ട് അതിലേക്ക് ഇറങ്ങാനായിട്ടാണെങ്കിലും മണ്ണിലേക്ക് മിക്സ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു വാട്ടർ ക്യാൻ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊരു 10 ലിറ്ററിൻ്റെ വാട്ടർ ക്യാനാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു സെൽഫ് വാട്ടറിങ് പോട്ടാണ്. നമ്മളിത് നഴ്സറിയിൽ നിന്നൊക്കെ സ്ഥിരം കാണുന്നതും വാങ്ങിക്കാനൊക്കെ കിട്ടും. ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇത് ഒരുപാട് വെയിറ്റുള്ള പോട്ട്സുകളൊന്നും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് പോട്ട്സ് വെക്കാനായിട്ടുള്ള സ്പേസും ഇതിലില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ പോട്ട് സ്റ്റാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഡയമെൻഷൻസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ സ്പേസും ആ ഡയമെൻഷൻസുമായിട്ട് ഒത്തു പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ. അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്കിവിടെ ഒതുങ്ങിയിരിക്കുന്ന കാരണമാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് വാങ്ങിച്ചത്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല പോട്ട്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ടെറാക്കോട്ട പോട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോട്ട്സ് എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ഈ ഒരു പോട്ടിൻ്റെയൊക്കെ ഷോർട്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കാണാം കേട്ടോ. ഇത് എൻ്റെ മോളയുടെ ഒരു പഴയ പുട്ടുകുറ്റിയായിരുന്നു കേട്ടോ. ഞാനിത് യൂസ് ചെയ്യാണ്ടായപ്പോൾ ഞാനിതിൽ മണി പ്ലാന്റ് നട്ടു വെച്ചതാണ്. പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോട്ട് ഞാൻ 3 എണ്ണത്തിൻ്റെ കോമ്പായിട്ട് ഓൺലൈൻ വാങ്ങിച്ചതായിരുന്നു. ഈ 2 പോട്ടിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഈ ഒരു ഗ്രീൻ പോട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതായിരുന്നു. പിന്നെ നമ്മൾ പ്ലാന്റ്സ് വെക്കുമ്പോൾ ഇൻഡോർ ആക്കിയായിട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ പ്ലാന്റിൻ്റെ അടിയിൽ വെക്കുന്ന ബേസ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വലുതുമായിരിക്കും. അതുപോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു പോട്ട്സിന് അത് വെച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഫുഡൊക്കെ പാഴ്സൽ മേടിക്കുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ അടപ്പുകളാണ് കേട്ടോ ഞാനിവിടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നത്. കാരണം ഇൻഡോർ വെക്കുന്ന പ്ലാന്റ്സിന് നമ്മൾ എന്തായാലും ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കില്ല. അപ്പോൾ കുറച്ച് വെള്ളമാണ് അടിയിലേക്ക് വരാനുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഈ ഒരു ഫുഡ് കണ്ടെയ്നറിൻ്റെ അടപ്പിൽ കിടന്നോളൂ കേട്ടോ. ഞാനിത് കുറേ നാളായിട്ട് ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. കാരണം ഇത് അപ്പോൾ പുറത്തേക്ക് കാണുകയില്ല, വൃത്തികേടായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. പിന്നെ ഫുഡ് കണ്ടെയ്നേഴ്സിൻ്റെ അടപ്പുകൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇവിടെ എവിടെയൊക്കെ ചെടി വയ്ക്കാൻ പറ്റുമോ അവിടെ എല്ലാം ഞാൻ ചെടി വയ്ക്കാറുണ്ട് കേട്ടോ. ഒരു സ്പേസ് പോലും വെറുതെ വിടാറില്ല. ഈ അഗ്ലോണിമ ഞാൻ ചെറിയൊരു തൈ കൊണ്ട് നട്ടാണ്. ഇത് ഇത്രയും ബുഷിയായിട്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇതിന് ഇത്രയ്ക്ക് വില എന്ന് ഞാൻ ഇത് എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. കാരണം കുറേ ചെറിയ കഷ്ണം നമ്മൾ കൊണ്ട് നട്ടാൽ മതി, പക്ഷെ കാട് പോലെ ഇത് വളരും. ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചാണ് കേട്ടോ, 4 എണ്ണത്തിൻ്റെ സെറ്റായിട്ട് മീഷോയിൽ നിന്ന്. ഇതിൻ്റെയും ഒരു ഷോർട്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മുകളിൽ നമ്മൾ ഷീറ്റ് ഇട്ടേക്കണ കാരണം നമുക്കിവിടെ ഷെയ്ഡിൽ വെക്കാൻ പാകത്തിനുള്ള പ്ലാന്റ്സ് മാത്രമായിട്ട് ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. വെയിൽ വേണ്ട പ്ലാന്റ്സ് ഒന്നും ഞാനിവിടെ വെച്ചിട്ടില്ല. പക്ഷേ രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഉള്ള ആ വെയിലുണ്ടല്ലോ, അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പ്ലാന്റ്സിനെല്ലാം കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇതെല്ലാം കുറച്ച് ഭംഗിയായിട്ട് നിൽക്കുന്നത്. നമുക്കിവിടെ ആകെ ഒരു കുറച്ച് സ്പേസ് ആണ് കേട്ടോ ഈ എൻട്രൻസ് ഏരിയയിലുള്ളൂ. അപ്പോൾ ഇവിടെ വെക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പ്ലാന്റ്സ് ഞാനിവിടെ നിറച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ ഇവിടെ വെക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പഴയ വീഡിയോസൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.